ഈ കവിത സമർപ്പിച്ചു തരികയാണ്. അസീസാന്റെ വിഷയം ചെറിയ കവിതയാണ്, കൂടി വന്നാൽ 2 മിനിറ്റ് മതി ചൊല്ലാൻ. ദുഃഖങ്ങളുടെ കളിത്തോഴൻ എന്നാണ് കവിതയ്ക്ക് പേര്. ദുഃഖങ്ങളുടെ കളിത്തോഴൻ. നീ വന്നു നിൽക്കുന്നിടത്തീശ്വരൻ സ്വയം ഏതോ ജ്ഞാനതീർത്ഥത്തിൽ മുങ്ങി നിവർന്നു കണ്ണീർ തോർത്തും. നീ വന്നു നിൽക്കുന്നിടത്തീശ്വരൻ സ്വയം ഏതോ ജ്ഞാനതീർത്ഥത്തിൽ മുങ്ങി നിവർന്നു കണ്ണീർ തോർത്തും. നീ ചെന്നു സ്പർശിച്ചിടത്തേഴു ലോകവും നിന്റെ ത്യാഗനിസ്വാർത്ഥങ്ങളെ കൈകൂപ്പി എതിരേൽക്കും. നീ ചെന്നു സ്പർശിച്ചിടത്തേഴു ലോകവും നിന്റെ ത്യാഗനിസ്വാർത്ഥങ്ങളെ കൈകൂപ്പി എതിരേൽക്കും. നീ തൊട്ട മാംസപ്പുഴു കാരുണ്യശലഭമായി ഭൂമുഖത്തേതോ സൂര്യകാന്തിയെ വലം വയ്ക്കും. നീ നുള്ളിയെടുക്കുന്ന വാരിയല്ലുകൾക്കുള്ളിൽ ആരുടെ മഹാസത്യനിശ്വാസമുയിർക്കൊള്ളും. നീ തൊട്ട മാംസപ്പുഴു കാരുണ്യശലഭമായി ഭൂമുഖത്തേതോ സൂര്യകാന്തിയെ വലം വയ്ക്കും. നീ നുള്ളിയെടുക്കുന്ന വാരിയല്ലുകൾക്കുള്ളിൽ ആരുടെ മഹാസത്യനിശ്വാസമുയിർക്കൊള്ളും. ചെറിലും ചെളിയിലും പാഴ്പ്പറമ്പിലും നിന്റെ ചോരയിൽ പ്രവേശിച്ച തായ്മനം പ്രാർത്ഥിക്കുന്നു. നേരിയ ഭയം പോലുമില്ലാതെ ജഡങ്ങളെ തൊഴിലേറ്റുവാൻ നിന്റെ മനസ്സൊരുങ്ങുന്നു. ചെറിലും ചെളിയിലും പാഴ്പ്പറമ്പിലും നിന്റെ ചോരയിൽ പ്രവേശിച്ച തായ്മനം പ്രാർത്ഥിക്കുന്നു. നേരിയ ഭയം പോലുമില്ലാതെ ജഡങ്ങളെ തൊഴിലേറ്റുവാൻ നിന്റെ മനസ്സൊരുങ്ങുന്നു. ജീവന്റെ വിലാപങ്ങൾക്ക് എത്രയാണിപ്പോൾ വില? ആരുടെ പ്രവാചക ഭാഷകൾ ചോദിക്കുന്നു. കേവലം മനുഷ്യന്റെ അജ്ഞാന നിശാവനം ഏതൊക്കെ വ്യാഘ്രങ്ങളെ പാലൂട്ടി വളർത്തുന്നു. ജീവന്റെ വിലാപങ്ങൾക്ക് എത്രയാണിപ്പോൾ വില? ആരുടെ പ്രവാചക ഭാഷകൾ ചോദിക്കുന്നു. കേവലം മനുഷ്യന്റെ അജ്ഞാന നിശാവനം ഏതൊക്കെ വ്യാഘ്രങ്ങളെ പാലൂട്ടി വളർത്തുന്നു. ആരറിയുന്നു? നമ്മൾ നാഴികമണിയുടെ സൂചി കുത്തിയാൽ പൊട്ടും കുമിളപ്പാവക്കൂട്ടം. ആരറിയുന്നു? നമ്മൾ നാഴികമണിയുടെ സൂചി കുത്തിയാൽ പൊട്ടും കുമിളപ്പാവക്കൂട്ടം. ആയുസ്സിലാരോ ചൊല്ലും കർമ്മദൂതുമായി വന്ന് മാനവ മഹാദുഃഖമൊപ്പുവോൻ ആരാണിവൻ? ആയുസ്സിലാരോ ചൊല്ലും കർമ്മദൂതുമായി വന്ന് മാനവ മഹാദുഃഖമൊപ്പുവോൻ ആരാണിവൻ? മാനവ മഹാദുഃഖം ഒപ്പുവോൻ ആരാണിവൻ? എനിക്കറിഞ്ഞില്ല, ഇത് ആരാണെന്ന് എനിക്കറിഞ്ഞില്ല. ദൈവദൂതനാണോ, ഇത് മനുഷ്യ സൃഷ്ടിയാണോ, ഇത് മായാ സൃഷ്ടിയാണോ, ഇത് സേവന നിരതനാണോ, അതോ ഇത് ചെയ്യാൻ വേണ്ടി ഈശ്വരൻ പ്രത്യേകമായി തിരഞ്ഞെടുത്ത അയച്ചനാണോ? എനിക്കറിയില്ല. എൻ്റെ എല്ലാ ആദരവും ഞാൻ ഈ കവിതയിലൂടെ ശ്രീ മടക്കി അബ്ദുൽ അസീസിന് സമർപ്പിക്കുന്നു. പാർട്ടിയുടെ കൂട്ടുകാർ ഇങ്ങനെ ഒരു ആദരം ചെയ്തതിൽ അവരെ മുക്തകണ്ഠം പ്രശംസിക്കുന്നു. ആ സംഘടനയുടെ ആദർശവാക്യം അത്രമേൽ ആഴത്തിലുള്ളതാണ്, മാതൃകാപരമാണ്.
പാട്ടിൻ്റെ കൂട്ടുകാരുടെ സാന്നിധ്യത്തിലാണ് ഞാനിത് അസീസിന് കൊടുക്കുന്നത്. ദയവായി ഇവിടെ ഇതിനെ കൊടുക്കാനുണ്ടോ എന്നുള്ളതുകൊണ്ടാണ്. അസീസിൽ ഇട്ടാവുന്ന